ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ USB വൈഫൈ അഡാപ്റ്റർ എങ്ങനെയാണ് കാലിനെക്സ് മെഷീനിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അങ്ങനെ USB വൈഫൈ അഡാപ്റ്റർ കാലി മെഷീനിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ടെർമിനേറ്ററിൽ പോയിട്ട് ഈഫ് കോൺഫിഗ് എന്ന് പറയുന്ന കമൻറ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെഷീനിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ നെറ്റ്വർക്ക് അഡാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആദ്യം എതർനെറ്റ് 0 എന്ന് പറയുന്നൊരു കണക്ഷൻ ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലൂപ്പ് ബാക്ക് എന്ന് പറയുന്നൊരു ഇൻ്റർഫേസും ഉണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള വയർലെസ് LAN എന്ന് പറയുന്ന വൈഫൈ അഡാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി വൈഫൈ അഡാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്കിവിടെ കാണേണ്ടത് എന്നുണ്ടെങ്കിൽ IW കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് അഡാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൽ ഇവിടെ മോഡ് എന്ന് പറയുന്നത് മാനേജ്ഡ് എന്ന് പറയുന്ന മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് വൈഫൈയുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വയർലെസ് ആയിട്ടുള്ള വൈഫൈ അഡാപ്റ്ററിൻ്റെ ഈ മോഡ് എന്ന് പറയുന്നത് മാനേജ്ഡ് മോഡിൽ നിന്ന് മോണിറ്റർ എന്ന് പറയുന്ന മോഡിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യണം. അപ്പോൾ മാനേജർ മോഡിൽ നിന്ന് മോണിറ്റർ മോഡിലോട്ട് വൈഫൈ അഡാപ്റ്ററിനെ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ വൈഫൈ അഡാപ്റ്ററിനെ ഓഫ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ഓഫ് ചെയ്യുക. അപ്പോൾ ഈഫ് കോൺഫിഗ് സ്പേസ് നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേരെന്താണോ നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു പേര് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എനിക്കിവിടെ വന്നിട്ടുള്ള പേര് WLAN 0 എന്നുള്ളതാണ്. അപ്പോൾ സ്പേസ് ഇട്ടതിന് ശേഷം WLAN 0 എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്കത് ഡൗൺ ചെയ്യണം. അപ്പോൾ ഡൗൺ എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്ത് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ USB വൈഫൈ അഡാപ്റ്ററിൻ്റെ ആ ഒരു ഇത് ഡൗൺ ആയിട്ടുണ്ടാവും. അടുത്ത ശേഷം നമ്മൾ എയർമോൺ NG സ്പേസ് ചെക്ക് കിൽ എന്ന് പറയുന്ന കമൻറ്റ്, ഈ ഒരു കമൻറ്റ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു കമൻ്റ് അല്ല. നമ്മുടെ വൈഫൈ അഡാപ്റ്ററുമായിട്ട് എന്തെങ്കിലും പ്രൊസീജിയർ അവിടെ ബാക്ക്ഗ്രൗണ്ടിലോ ആപ്ലിക്കേഷൻസിലോ എന്തെങ്കിലും റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കമൻറ്റാണ്. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ നടക്കും. അങ്ങനെ ഇപ്പോൾ ഒരു പ്രോസസ്സ് അവിടെ കില്ല് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വയർലെസ്സിൻ്റെ LAN അഡാപ്റ്ററിൻ്റെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാനേജർ മോഡിൽ നിന്ന് മോണിറ്റർ എന്ന് പറയുന്ന മോഡിലോട്ട് മാറ്റണം. എയർമോൺ NG സ്പേസ് സ്റ്റാർട്ട് സ്പേസ് നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേര്, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈഫ് കോൺഫിഗ് IW കോൺഫിഗ് എന്ന് പറയുന്ന കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ മോഡ് മോണിറ്റർ മോഡിലോട്ട് മാറി എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വയർലെസ് അഡാപ്റ്റർ മോണിറ്റർ മോഡിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ വയർലെസ് അഡാപ്റ്ററിൻ്റെ നെയിം ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഈ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ മോണിറ്റർ മോഡിലോട്ട് നിങ്ങൾ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് നെയിമാണോ വരുന്നത് ആ ഒരു നെയിം വെച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വയർലെസ് അഡാപ്റ്റർ ഇരിക്കുന്നത് മോണിറ്റർ മോഡിലാണ് ഇരിക്കുന്നത്. ഇനി വയർലെസ് അഡാപ്റ്ററിനെ നമ്മൾ അടുത്തായിട്ട് എന്ത് ചെയ്യണം, എനേബിൾ ചെയ്യണം. അപ്പോൾ ഈഫ് കോൺഫിഗ് അതിനുശേഷം നമ്മുടെ വയർലെസ് അഡാപ്റ്റർ WLAN 0 സ്പേസ് അപ്പ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഡിവൈസ് നെയിം ഞാൻ പറഞ്ഞില്ലേ, നെയിം നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നെയിം വേണം നമ്മൾ അടിക്കാനായിട്ട്. WLAN 0 മോൺ അപ്പ്. ഇപ്പോൾ ഒരു കമൻ്റ് അടിച്ചു. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് പേര് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഈഫ് കോൺഫിഗ് IW കോൺഫിഗ് എന്ന് പറയുന്ന കമൻ്റ് അടിച്ച് നോക്കാം. IW കോൺഫിഗ് അടിച്ച് ഇതാ ഇപ്പോൾ നെയിം മാറി. അതേപോലെ തന്നെ മോഡ് എന്തായി, മോണിറ്റർ മോഡിലോട്ട് മാറി. ഇപ്പോൾ നമ്മുടെ വയർലെസ് അഡാപ്റ്റർ മോണിറ്റർ മോഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മോണിറ്റർ മോഡിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വൈഫൈയും കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം
എല്ലാ വയർലെസ് അഡാപ്റ്ററും നിങ്ങൾ മേടിക്കുന്ന എല്ലാ വയർലെസ് അഡാപ്റ്ററും കാര്യങ്ങളൊന്നും ഈ മോണിറ്റർ മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. മോണിറ്റർ മോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ വയർലെസ് അഡാപ്റ്റർ ഉണ്ട് എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അതിന് നിങ്ങളുടെ വൈഫൈ അഡാപ്റ്റർ നിങ്ങൾ മേടിക്കുന്ന വൈഫൈ അഡാപ്റ്റർ മോണിറ്റർ മോഡ് സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മേടിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്ന USB വൈഫൈ അഡാപ്റ്റർ മോണിറ്റർ മോഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ വയർലെസ് അഡാപ്റ്ററിന് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണത് എയറോ ഡംപ് എന്ന് പറയുന്ന കമൻറ്റ്. ഓക്കെ, എയറോ ഡംപ് -ng സ്പേസ് നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേര് WLAN 0MON എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റേഞ്ചിലുള്ള, ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ഈ ഒരു റേഞ്ചിലുള്ള എല്ലാ വൈഫൈ അഡാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അത് സ്കാൻ ചെയ്ത് നമ്മുടെ ഈ ഒരു റേഞ്ചിലുള്ള എല്ലാ 2.4 GHz ഉള്ള ബാൻഡുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ മേടിച്ചിരിക്കുന്ന വൈഫൈ അഡാപ്റ്റർ 5 ബാൻഡ് സപ്പോർട്ട് ചെയ്യാത്തതാണ്, 2.4 ബാൻഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 2.4 ബാൻഡിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ വൈഫൈ അഡാപ്റ്ററിൻ്റെ ലിസ്റ്റും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ്, ഇത് നമുക്കിനിപ്പോൾ ഈ ഒരു സെർച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ അമർത്തിയതിന് ശേഷം C അമർത്തുക. അപ്പോൾ കൺട്രോൾ C അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയർ അവിടെ സ്റ്റോപ്പ് ആവും. ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ലിസ്റ്റ് എനിക്ക് ഇവിടെ ഉള്ള ഞാൻ ഈ ഇരിക്കുന്ന ഈ ഒരു പരിസരത്തുള്ള വൈഫൈ അഡാപ്റ്ററിൻ്റെ ലിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ എന്താണ് എന്നുള്ളത് നോക്കാം. ഇതിൽ ആദ്യം കാണുന്ന ഈ ഒരു നെയിം ESSIDയുടെ താഴെ കാണിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ESSIDയുടെ താഴെ കാണിക്കുന്നത് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഇത് താഴെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റേഞ്ചിൻ്റെ പരിധിയിലുള്ള വൈഫൈകളുടെ നെയിമുകളാണ്. ഓക്കെ, ഈ നെയിമുകളാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. എയർടെൽ എന്നുള്ള പേരുള്ളത്, അങ്ങനെ ഓരോരോ നെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് വൈഫൈ നെയിമുകളാണ്, SSID നെയിമാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ BSSID എന്ന് പറയുന്ന ഒരു ID ഉണ്ട്. BSSID എന്ന് പറഞ്ഞാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡത്തിൻ്റെ MAC അഡ്രസ്സാണ് ഈ BSSIDയിൽ ഈ താഴെ കാണുന്നത്. ഓരോരോ ഇപ്പോൾ എത്ര ഡിവൈസുകൾ നമുക്കിവിടെ ഡിറ്റക്റ്റ് ചെയ്തു, എല്ലാ ഡിവൈസുകളുടെയും MAC ഐഡികളാണ് ഇവിടെ. അത് പ്രോബബ്ലി സാധാരണ എന്തിൻ്റെ ആയിരിക്കും, നമ്മുടെ മോഡത്തിൻ്റെ റൂട്ടറിൻ്റെ MAC ID ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന പവർ എന്നുള്ളത്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന പവർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തിനെയാണ്. അപ്പോൾ സിഗ്നലിൻ്റെ പവറിൻ്റെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താ പറയുക, കുറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്പർ ഹൈ ആവുമ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് എന്താവും, കൂടുതലായിരിക്കും. ഇപ്പോൾ -17 -65. അപ്പോൾ അതിൽ സിഗ്നൽ സ്ട്രെങ്ത് കൂടുതലുള്ളത് സ്വാഭാവികമായിട്ടും ഏതിനായിരിക്കും, -65നായിരിക്കും. അപ്പോൾ ഇതിൽ ഈ കാണിച്ചിരിക്കുന്നത് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തിനെയാണ്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബീക്കൺസ് എന്നുള്ളത് ഒരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്ക് അവിടെ എക്സിസ്റ്റിംഗ് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓരോ ഫ്രെയിമുകൾ എപ്പോഴും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ പോലും ആ നെറ്റ്വർക്കിൽ നിന്ന് ഫ്രെയിമുകൾ എന്താകുന്നുണ്ടാവും, സെൻഡ് ചെയ്യുന്നുണ്ടാവും, ആ നെറ്റ്വർക്ക് അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഡാറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10 സെക്കൻഡിൽ എത്ര ഡാറ്റ ഇന്ന് കഴിഞ്ഞ 10 സെക്കൻഡ് അല്ല, അതിൽ മൊത്തം എത്ര ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ചില വൈഫൈ നെറ്റ്വർക്കുകളിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കൊണ്ട് ഡാറ്റ ട്രാൻസ്മിഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഒരു വൈഫൈ നെറ്റ്വർക്കിൽ മാത്രമാണ് ഒരു എമൗണ്ട് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ്. അപ്പോൾ എത്ര അതിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, എത്ര ഡിവൈസുകളായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, എത്രയുള്ള കാര്യങ്ങളാണ് ആ ഡാറ്റയിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ സെക്കൻഡ്സ് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, എത്ര ഡാറ്റ പാക്കറ്റ് കളക്ട് ചെയ്തു എന്നുള്ളതാണ് സെക്കൻഡ്സിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചാനൽ എന്ന് കാണുന്നത്, അത് ഏത് ചാനലിലാണ് ആ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓരോരോ ചാനൽ നമ്പറുകളും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ MB എന്നുള്ളത് ആ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ് ഈ MB എന്നുള്ളത്. അതുപോലെ തന്നെ ENC എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ മെത്തേഡാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇട്ടിരിക്കുന്നതിലെല്ലാം WPA2 എന്ന് പറയുന്ന ഒരു എൻക്രിപ്ഷൻ മെത്തേഡാണ്
ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സൈഫർ, അത് ഏത് തരത്തിലുള്ള ഏത് നെറ്റ്വർക്കിൽ ഏത് സൈഫറാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷൻ കീ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഓത് എന്ന് കാണിക്കുന്ന ഓതൻറ്റിക്കേഷൻ കീ ആണ്. ഓതൻറ്റിക്കേഷൻ കീ എല്ലാം PSK-ലാണ്. നമ്മുടെ ഇവിടെയുള്ള എല്ലാ നെറ്റ്വർക്കുകളും PSK-ലാണ് കാണിക്കുന്നത്. PSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഷെയർഡ് കീ എന്നുള്ളതാണ്. അപ്പോൾ PSK എന്നുള്ളതാണ് ഓതൻറ്റിക്കേഷൻ മെത്തേഡ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിന് നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം നെറ്റ്വർക്കാണെങ്കിൽ മാത്രം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ എയറോഡംപ് ഉപയോഗിച്ചിട്ട് ഒരു BSSID ഉള്ള ഒരു റൂട്ടറിന് എടുത്തിട്ട് അതിൻ്റെ പാക്കറ്റ് ഇത് കാണിച്ചു തരാം. എത്ര പാക്കറ്റ് സെൻഡ് ആവുന്നുണ്ട്, അത്ര ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയറോഡംപ് -ng എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് 2 ഹൈഫൻ ഇട്ട ശേഷം നമ്മുടെ BSSID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നെറ്റ്വർക്കിൻ്റെ BSSID എടുക്കാം. ഇത് എൻ്റെ സ്വന്തം നെറ്റ്വർക്കാണ്, എയർടെൽ എന്ന് എഴുതിയത് 2.4 GHz സ്വന്തം നെറ്റ്വർക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ BSSID ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ BSSID കിട്ടി. അതിനുശേഷം സ്പേസ് ഇടുക. അതിനുശേഷം ചാനൽ, അത് ഏത് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ചാനൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ ഇത് ഏത് ചാനലിലാണ്, ഇവിടെ ചാനൽ എത്രയാണ്, 11 എന്നുള്ളതാണ്. അപ്പോൾ ചാനൽ നമ്പർ ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, സ്പേസ്. നമ്മൾ ഇതിലെ ഡാറ്റകൾ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു BSSID ഉള്ള ആ ഒരു നെറ്റ്വർക്ക് ഇതിൽ എന്താ പറയുക, ക്ഷമിക്കുന്ന ഒരു കമൻറ്റ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. നമ്മളിവിടെ 2 ഹൈഫൻ ഇട്ടതിന് ശേഷം BSSID എന്ന് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് സ്പേസ് ഇട്ടതിന് ശേഷം വേണം MAC ID കൊടുക്കാൻ. എന്നിട്ട് ചാനൽ എന്ന് ചെയ്തിട്ട് ചാനൽ നമ്പർ നമ്മളിവിടെ സ്പേസ് ഇട്ടതിന് ശേഷം ചാനൽ നമ്പർ കൊടുത്തു. ചാനൽ നമ്പർ കൊടുത്തതിന് ശേഷം വീണ്ടും സ്പേസ് ഇടുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അത് എങ്ങോട്ടാണ് സേവ് ആകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 2 ഇതിട്ടതിന് ശേഷം നമുക്കൊരു റൈറ്റ്, എങ്ങോട്ടാണ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ പേര് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഒരു ഫയലിൻ്റെ നെയിം. ഞാൻ ഇപ്പോൾ ടെസ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് സ്പേസ് ഇട്ടതിന് ശേഷം നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേര് കൊടുക്കുക. വയർലെസ് അഡാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു, WLAN 0 MON എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ WLAN 0 MON 0 ഒന്നില്ല, ഓക്കെ, WLAN 0 MON എന്നുള്ള കമൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ BSSID ഉള്ള ഇതിലെ പാക്കറ്റ് സ്നിഫിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ എത്ര പാക്കറ്റുകൾ സെൻഡ് ആവുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താ പറയുക അവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ശേഖരിക്കുന്ന വിവരങ്ങളൊക്കെ, നമ്മൾ ഇൻഫർമേഷൻസ് എല്ലാം ഏതൊരു ഫയലിൽ സേവ് ആവണം, ടെസ്റ്റ് എന്ന് പറയുന്ന ഫയലിലാണ് സേവ് ആവേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഞാൻ എയറോഡംപ് ng എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തതിന് ശേഷം 2 ഹൈഫൻ ഇട്ടിട്ട് BSSID എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏതിൻ്റെ പാക്കറ്റ് സ്നിഫിംഗ് ആണോ എടുക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ എന്ത് കൊടുക്കുക, MAC ID നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അത് ഏത് ചാനലിലാണോ വർക്ക് ചെയ്യുന്നത് അത് ചാനൽ നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഗാദർ ചെയ്യുന്ന ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഏതൊരു ഫയലിലോട്ടാണോ സേവ് ആകേണ്ടത് ആ ഫയൽ നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ നെയിമും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ ഡീറ്റെയിൽസ് കിട്ടുന്നത് ഈ മുകളിലെ ഡീറ്റെയിൽസുകൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് കിട്ടുന്നത്. പുതിയതായിട്ട് ഇവിടെ വേറൊരു സാധനം വന്നു. BSSID സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പവർ, റേറ്റ്, ലോസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. അത് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് എന്താ അമർത്തിയാൽ മതി, C അമർത്തിയാൽ മതി. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ അവിടെ എന്തായി, സ്റ്റോപ്പായി. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയൊരു ബോക്സ് കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ബോക്സിൽ എന്താണെന്ന് നോക്കാം. ഈ ഒരു ബോക്സിൽ പുതിയതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം നമ്മുടെ റൂട്ടറിൻ്റെ MAC അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ റൂട്ടറിൻ്റെ MAC അഡ്രസ്സാണ്. ഇവിടെ ഈ സ്റ്റേഷൻ എന്ന് കാണുന്നത് നമ്മുടെ ഈ ഒരു ഇത് കണക്ട് ചെയ്തിട്ടുള്ള വയർലെസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസിൻ്റെ MAC ID ആണ്. അതുമായിട്ടുള്ള സിഗ്നലിൻ്റെ സ്ട്രെങ്ത്താണ്, അതുമായിട്ടുള്ള പാക്കറ്റിൻ്റെ ലോസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഡിവൈസ് മാത്രമേ ഇതിൽ 2.4 ബാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഒരു വട്ടം കൂടെ അതേ കമൻറ്റ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ഡിവൈസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ 2 ഡിവൈസുമായിട്ട്
കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഡിവൈസുമായിട്ടും കൂടെ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു പ്രൊസീജിയർ ഇവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അമർത്തിയാൽ മതി, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് 0 എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൊസീജിയർ, ഇപ്പോൾ നടക്കുന്ന ഒരു പ്രൊസീജിയർ സ്റ്റോപ്പ് ആവും. കൺട്രോൾ C. ഇപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഫയലിലോട്ട് സേവ് ആകാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഫയലിൻ്റെ പേരെന്തായിരുന്നു, ടെസ്റ്റ് എന്ന് പറയുന്ന ആയിരുന്നു ഫയലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഫയലിൻ്റെ പേര് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഫയൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ LS ലിസ്റ്റ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ടെസ്റ്റ് എന്ന് പറയുന്ന ഫയൽ മാത്രമല്ല നമുക്ക് അതിലുള്ളത്. ടെസ്റ്റ് എന്ന് പറയുന്ന ഫയലിൻ്റെ കൂടെ തന്നെ ഒരു 01 എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 വട്ടം ആ ഒരു കമൻ്റ് അടിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് 0 ആദ്യത്തെ വട്ടം അടിച്ചു, പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. 2 വട്ടം അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ 2 വട്ടം ഇവിടെ ടെസ്റ്റ് 0 എന്ന് പറയുന്നൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കൊടുത്തു. അത് കൊടുത്ത സമയത്ത് നമുക്കിവിടെ ഒരു ഡിവൈസിനായിരുന്നു ആദ്യം കിട്ടിയിരുന്നത്. അവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന കമൻറ്റ് അടിച്ചിട്ട് നമ്മൾ ആദ്യം കൊടുത്ത സമയത്ത് ഒരു വയർലെസ് ഡിവൈസ് മാത്രമേ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഞാൻ അതേ കമൻറ്റ് കൊടുത്തു, ടെസ്റ്റ് എന്ന് പറഞ്ഞ കമൻറ്റ് കൊടുത്തപ്പോൾ 2 ഡിവൈസ് കണക്റ്റ് ആയി അല്ലേ. കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്നത് 01 kismet.csv എന്ന് പറയുന്നൊരു ഫോർമാറ്റ്. അതേപോലെ തന്നെ ടെസ്റ്റ് 01 kismet.next net xml എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റ്. ഒരു ടെസ്റ്റ് 01.log csv എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 02 എന്ന് പറയുന്ന പേരിലുള്ളതും. അതേപോലെ തന്നെ ടെസ്റ്റ് 01.cap. ഈ 01 എന്നുള്ളത് ഞാൻ ആദ്യത്തെ വട്ടം സെർച്ച് ചെയ്തപ്പോഴും 02 എന്നുള്ളത് രണ്ടാമത് 2 ഡിവൈസിനെ കണക്ട് ചെയ്തിട്ട് പരിശോധിച്ചപ്പോഴുമാണ് ഈ 2 ഫയലുകൾ. അപ്പോൾ കുറച്ച് ഫയലുകൾ നമ്മളിവിടെ എന്തായിട്ടുണ്ട്, ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ആ ഫയലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തതിൻ്റെ ഇൻഫർമേഷനൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അത് പല പേരിൽ .csv, അതേപോലെ തന്നെ .cap, അതേപോലെ തന്നെ .log.csv ഈ ഒരു ഫോർമാറ്റിലേക്ക് ആയിരിക്കും ഈ ഫയലുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, സേവ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഈ ഫയലുകളുടെ അകത്ത്, ഇപ്പോൾ ഈ ഫയലുകളൊക്കെ നമുക്ക് ഓരോരോ ഫോർമാറ്റ് ആണെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഫയലുകൾ നമുക്കിവിടെ ഇത് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ടെസ്റ്റ് 01.cap, ടെസ്റ്റ് 01 csv, ടെസ്റ്റ് 01 kismet.csv, ടെസ്റ്റ് 01 kismet.net xml, ടെസ്റ്റ് 01.log.csv. പിന്നെ അത് ആദ്യത്തെ വട്ടം ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടാമതും അതേ ഫയൽ നെയിം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ടെസ്റ്റ് 02 എന്ന് പറയുന്ന പേര് കൊടുക്കേണ്ടതെന്ന് പേര് ഓട്ടോമാറ്റിക്കായിട്ട് അത് മിഷൻ ഇട്ടത്. ടെസ്റ്റ് 02.cap, ടെസ്റ്റ് 02.csv, ടെസ്റ്റ് 02.kismet.csv, അങ്ങനെ കുറച്ച് ഫയലുകൾ 2 വട്ടം ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ 2 ഫയലുകൾ വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു നെറ്റ്വർക്കിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫയലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഈ ഫയൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വൈഫൈയുടെ കീ ക്രാക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം.